നമസ്കാരം. ക്രിക്കറ്റിന്റെ മായാലോകത്തേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഇപ്പൊ ഈ കൊട്ടിയല്ല, ഇപ്പോഴത്തെ ഈ ചെണ്ടമേളം ഇന്ത്യ ജയിച്ചത് കൊണ്ടല്ല, ഇന്ത്യ കുറെ കാലത്തിന് ശേഷം ഒരു പരമ്പര സ്വന്തമാക്കിയത് കൊണ്ടല്ല, ഇന്ത്യ 3-0 പരമ്പര തൂത്തുവാരിയത് കൊണ്ടുമല്ല, മറിച്ച് വൈഭവ് സൂര്യവംശി എന്ന വെറും 15 വയസ്സുകാരൻ മാൻ ഓഫ് ദി മാച്ചും മാൻ ഓഫ് ദി സീരീസും നേടിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കൊട്ടി എന്നുള്ളതാണ്. കാരണം ആ ഒരു ചെറുക്കന്റെ കഴിവിലാണ് ഈ കളികൾ മൊത്തം ജയിച്ചത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളതാണ്. ഇന്ന് 81 റൺസ് എന്തോ അടിച്ചാടിയത്. ഇന്ന് വളരെ മെച്ചുവറായിട്ടാണ് അവൻ കളിച്ചത്. എല്ലാ കളിയും എല്ലാ ബോളും തൂത്തുവാരി അടിക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിച്ചില്ല. വെറൈറ്റി ഓഫ് ഷോട്ട്സുകൾ അടിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സിക്കന്ദർ രാജ് ഫ്രംബുട്ട് കയറി വന്നൊരു 6 അടിച്ച് എന്നാ സൗന്ദര്യം അത് കാണാൻ വേണ്ടിയിട്ട്. ചെറുക്കം ബാറ്റിങ്ങിന് എടുത്ത് വെച്ചെടുത്തേ ഉള്ളൂ. ഇവൻ ഫ്രംബുട്ട് കയറി വരുന്നത് കണ്ടുകൊണ്ട് അവൻ ഷോർട്ട് പിച്ച് എറിയുന്നു. എന്നിട്ട് പോലും അവിടെ നിന്ന് ഓവർ പിച്ചൊന്നുമല്ല, ഷോർട്ട് പിച്ചായിട്ടായിട്ട് വന്ന ബോളിനെയാണ് അവൻ ഇവിടെ നിന്ന് ഈ പകുതിയിൽ നിന്ന് എടുത്ത് ഇങ്ങനെ വെച്ചു കൊടുത്തത്. എന്നാ ഷോട്ടാ! ഇന്ത്യൻ ടീമിൽ ഇപ്പൊ ഈ ഒരു ഷോട്ട് എങ്ങനെ കാണിക്കും? അതുമല്ല അവരുടെ ബൗളർ മുസർബാനിയ, അവനെ മറ്റുള്ള ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ആരും അവനെ തൊടാൻ പേടിച്ചു. ഒരൊറ്റ എണ്ണം കൂടെ അവനെ ഈ പറഞ്ഞതുപോലെ ഇത്തിരി കോൺഫിഡൻസ് കൂടി കളിച്ചില്ല. അവനെ ഇന്നൊരു 6 അടിച്ചു. എൻ്റെ അമ്മേ, 1.5 6 ആയിരുന്നു എന്നുള്ളതാണ്. കിടിലമാണ്. ഒരു വെറും 15-16 വയസ്സിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. അവനെയാണ് അന്നേ പറഞ്ഞില്ലേ, അവനെ ഇംഗ്ലണ്ടിൽ അവനെ ഡെബ്യൂ ചെയ്യിക്കാനുള്ളവനല്ല. അവനെ ഇവിടെ കൊണ്ടുവന്ന് അവനെ ഡെബ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ആ ഒരു കോൺഫിഡൻസ് ലെവല് മാറുപെടണം. എന്ത് ചെയ്യണം? അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അവിടെ സഞ്ജു സാംസണെ എങ്ങനെയെങ്കിലും പുറത്ത് കളയണം. സഞ്ജു സാംസണെ എന്തെങ്കിലും ആർക്കെങ്കിലും വയറിളക്കം വേണമെങ്കിൽ ഉടനെ സഞ്ജു സാംസൺ പുറത്ത് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് ചെയ്തു? അവിടെ ഈ പറയുന്ന വൈഭവിന്റെയും അവിടെ കൊണ്ടിട്ടിട്ട് സഞ്ജു സാംസനെ ടവേനെ അങ്ങ് എടുത്ത് മാറ്റി. സമാധാനമായല്ലോ. അതിനുശേഷം സിംബാബ്വെ പരിഗണത്തിൽ അവനെ മാറ്റി. നിങ്ങൾ ഈ പറഞ്ഞ നമ്മുടെ അഭിഷേക് ശർമ്മ എന്ത് തേങ്ങയാണ് കളിക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടില്ല. കഴിഞ്ഞ 6 കളിയുണ്ട് അഭിഷേക് ശർമ്മയുടെ പിന്നീട് സ്കോർ നില ഞാൻ കാണിച്ചു തരാമേ. 7 ബോളിൽ 10 T20 കഴിഞ്ഞ ലാസ്റ്റ് 6 കളിയിൽ 7 ബോളിൽ 10, 14 ബോളിൽ 16, 5 ബോളിൽ 3, 8 ബോളിൽ 1. സിംബാബ്വേയിൽ എങ്ങനെയാണ്? 8 ബോളിൽ 1, 8 ബോളിൽ 8, 4 ബോളിൽ 2. ഇതാണ് അവന്റെ പ്രകടനം. ഇപ്പൊ എന്താ? അവനെ എടുത്തു മാറ്റണ്ടേ? അവനെ എങ്ങനെ മാറ്റും? അവനെ ഇങ്ങനെ എത്ര പിന്നീട് ഫോം ഔട്ട് ആയാലും അവനെ ഇങ്ങനെ കൊണ്ടു നടക്കും. സഞ്ജു സാംസൺ ആണെങ്കിൽ ഇതിനകം 4 വട്ടം എടുത്തെറിയാനുള്ള സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. അവന് ജീവിതത്തിൽ ടീമിലേക്ക് വരാത്ത രീതിയിൽ നിങ്ങൾ ആക്കുമായിരുന്നു എന്നുള്ളതാണ്. നോക്ക്, 10, 16, 3, 1, 8, 2 ഇത് 6 കളി. ഒരു 10 കളി, ഒരു 4 കളിയും കൂടി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 49, ഒരു 55 ഉണ്ട്. അതിന്റെ കൂടെ 2 ഡക്കും ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? ഇതാണ് അഭിഷേക് ശർമ്മ. അമ്മേനെ കൂറക്കളിയാണ് കളിക്കുന്നത്. കൂറക്കളി. 3ാമത്തെ പ്രാവശ്യം തുടർച്ചയായിട്ട് ആ നട്ടക്കോല ആ ബൗളറിന് മുമ്പിൽ അവൻ വീണ്ടും അടിയറവ് പറഞ്ഞു എന്നുള്ളതാണ്. വീണ്ടും അടിയറവ് പറഞ്ഞു. എന്തോന്നിടേ നീയൊക്കെ എന്തു വളരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇന്ത്യയെ കിടന്ന് പടപട അടിച്ചത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് മറ്റെന്തോ ആണ്. ഈ പറയുന്ന വൈഭവ് സൂര്യവംശി അത് വേറെ ലെവലാണ്. അവന്റെ ഷോട്ടുകളും അവന്റെ റേഞ്ച് ഓഫ് ഷോട്ട്സും നിനക്കില്ല എന്നുള്ളതൊരു സത്യമാണ്. നിനക്ക് എക്സ്ട്രാ ഓർഡിനറി കാലിബർ ഉണ്ടൊക്കെ ശരി, പക്ഷെ വൈഭവിന്റെ കൂടെ നിന്ന് അവൻ അടിക്കുന്ന കണ്ട ആവശ്യം അവന്റെ അപ്പുറമായിട്ട് അടിക്കണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. കാരണം അവന്റെ അത്ര വെറൈറ്റി ഷോട്ട്സ് നിനക്കില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ഇറങ്ങി അടിക്കുക, അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഗ്രീസ് വിട്ട് മാറി അടിക്കുക. ഈ 2 അടിയെ നീ അടിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. വൈഭവ് അങ്ങനെയല്ല. ഇന്ന് സ്പിന്നറെ കളിച്ച കളിയുണ്ടോ? ഇന്നൊരു സെഞ്ചുറി നഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പൊ വൈഭവ് അവിടെ നിന്ന് അടിക്കട്ടെ. ഇനി അവന്റെ കൂടെ കയറി പിടിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. ഇപ്പോൾ നമ്മുടെ ഇഷാന്ത് കിഷൻ വന്നപ്പോൾ എന്ത് ചെയ്തു? അവന്റെ കൂടെ പിന്നീട് അവൻ 1 അടിച്ചാൽ എനിക്ക് 2 അടി. അവൻ അങ്ങനെയൊന്നുമില്ല. അവൻ സിംഗിൾ എടുത്ത് മാറിക്കൊടുക്കുന്നുണ്ട്. അവൻ സിംഗിൾ എടുത്ത് ഒരുവിധം ടച്ച് ചെയ്യുന്ന ശേഷമാണ് അവൻ അടിക്കുന്നത്. അതുകൊണ്ടാണ് സ്കോർ കിട്ടുന്നത്. മറ്റത് അങ്ങനെയല്ല. ഞാനാണ് ഇപ്പം ഇന്ത്യയുടെ ഹീറോ ആയിരുന്നത്, ഞാനാണ് അടിച്ചുകൊണ്ടുന്നത്. ഒരു കൊച്ചിറക്കം വന്നവൻ എന്നെ കാട്ടി ഫണ്ടിൽ പോകണം എന്നൊരു സാധനം അവനുണ്ട് അവന്റെ ബാറ്റിങ്ങിൽ. അപ്പൊ ആ വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് കണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയാണോ ഇവൻ ഔട്ടാകുന്നത് എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത്രയും കൂറയായിട്ട് തരം താഴ്ന്നു പോകുമോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സംഭവത്തിലേക്ക് വരാം. ഇന്ത്യ
35 റൺസിനാണ് ജയിച്ചത്. ഇന്ത്യ അടിച്ചത് 192 റൺസാണ് അടിച്ചത്. ഓക്കെ, 5 വിക്കറ്റ് നഷ്ടത്, 192 റൺസ്. അതൊന്നും ആയിരുന്നില്ല, കുറച്ചുകൂടി റൺസ് അടിക്കാനുള്ളതായിരുന്നു. അത് തിലക് വർമ്മ, ആ കേസിലോട്ട് നമുക്ക് വരാം. അപ്പോൾ ഇന്ത്യക്ക് ബാറ്റിംഗ് ആയിരുന്നു. ഇന്ത്യ വൈഭവ് സൂര്യവംശി 81 റൺസ് അടിച്ചു എന്നുള്ളത്. വൈഭവ് സൂര്യവംശിയാണ് മാൻ ഓഫ് ദി മാച്ചും വൈഭവ് സൂര്യവംശിന് മാൻ ഓഫ് ദി സീരീസും ടോപ്പ് സ്കോറർ ആണ് എന്നുള്ളതാണ്. 15 വയസ്സുകാരൻ. ഓക്കെ, 81 റൺസ് അടിച്ചു, 49 ഫോർ, 4 സിക്സുകളും 8 ഫോറും. സത്യം പറഞ്ഞാൽ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ വൈഭവ് സൂര്യവംശി ഇത്തിരി നോക്കിയാണ് കളിച്ചത്. എല്ലാ കളിയും അടിക്കാൻ വേണ്ടി ശ്രമിച്ചില്ല. പക്ഷേ ഒരു സെഞ്ചുറി നഷ്ടപ്പെട്ടത് എന്നുള്ളത് ഞാൻ വിചാരിച്ചു ഇന്നൊരു സെഞ്ചുറിയും കൊണ്ട് ഒരു കിടലൻ ക്യാച്ചായിരുന്നു. അവ എടുത്ത ക്യാച്ച് മറ്റാരും എന്നെങ്കിൽ അത് വിടുമായിരുന്നു. കിടലൻ ക്യാച്ചായിരുന്നു. അഭിഷേക് ശർമ്മ 4 ബോളിൽ 2 റൺ ഇതാ പോണെ. ഓക്കെ, മുസർ ബാനിര മുമ്പിൽ വീണ്ടും ഔട്ടായി. 3 വട്ടം തുടർച്ചയായിട്ട്. നാണമില്ലടാ. ഇഷാൻ കിഷൻ 26 ബോളിൽ 29 റൺസ് അടിച്ചു, 4 ഫോർ അടിച്ചു. ഇഷാൻ കിഷൻ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. അവൻ നല്ല രീതിയിൽ ഈ ടൂർണമെന്റ് ഉടനീളം അവൻ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ശ്രേയസ് അയ്യറും കുഴപ്പമില്ലാതെ കളിച്ചു, 18 ബോളിൽ 27 റൺസ് അടിച്ചു. ഈ തിലക് വർമ്മ വീണ്ടും 9 ബോളിൽ, ഇനി കഴിഞ്ഞ വട്ടം കിട്ടിലമായിട്ട് കളിച്ച് സംബന്ധിച്ചു. വീണ്ടും ഇനിയൊരു 10 കളി ഇങ്ങനെ ആ ഒരു ഇന്നിങ്സിന്റെ ബലത്തിൽ ഇങ്ങനെ നടക്കുമെന്ന് എന്നുള്ളതാണ്. ഈ തിലക് വർമ്മ എന്ന് പറയുന്നത് എന്താണ്, ഫിനിഷറായിട്ടാണ് വരുന്നത്. ഫിനിഷർ അവസാനം 1-2 ഓവറേ ഉള്ളൂ. അവിടെയാണ് 9 ബോളിൽ 11 റൺസ്, ഒരു ഫോർ മാത്രം അടിച്ചുകൊണ്ട്. മനസ്സിലായോ? ആ ഫോർ അടിച്ചത് കിട്ടില്ല അടിയും. അത് എനിക്ക് മുസർവാനിയാണെന്നാണ് അടിച്ചത്. പേസ് ബോളറെ റിവേഴ്സ് സ്വീപ്പ് ചെയ്തു. അത് ഞാൻ പറഞ്ഞില്ല, യമനൊരു എക്സ്ട്രാ ഓർഡിനറി. എന്നുവെച്ചാൽ നമ്മള് ഈ മറ്റുള്ള ബാറ്റ്സ്മാൻമാർ ആർക്കും കളിക്കാൻ ഭയപ്പെടുന്ന ബോളറെ ഇവൻ കളിക്കും. അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പുല്ല് പോലെ കളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പേസ്, മെയിനായിട്ട് പേസ്. അപ്പൊ അത് കളിച്ചു. നീ നോക്കണം, 9 ബോളിൽ ഈ 11 റൺസ്, ഈ 9 ബോൾ നഷ്ടപ്പെടുത്തി വെറും 11 റൺസ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ സ്കോർ 200 കടക്കാത്തത് എന്നുള്ളതാണ്. അതിനുശേഷം ഈ പറയുന്ന നമ്മുടെ റിങ്കു സിംഗ് വന്ന് 14 ബോൾ 25 റൺസ് അടിച്ചത് കൊണ്ടാണ് ഇന്ത്യ ഈ ലെവലിലേക്ക് എത്തിയത്. മനസ്സിലായോ? അപ്പോ തിലക് വർമ്മയെടുത്ത് പറഞ്ഞു നിനക്ക് അടിക്കാൻ അറിയാം, കഴിഞ്ഞിട്ട് ഒന്നി അടിക്കാല്ലേ പോകുക എന്നുള്ളതാണ്. അല്ല അവിടെ നിന്ന് ഇനിയിപ്പം കഴിഞ്ഞ കളി 60 റൺസ് അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒരു മാസത്തേക്ക് ഇല്ലേ? എനിക്കറിഞ്ഞൂടാ. അടുത്ത ഇതായിരുന്നു ഇന്ത്യയുടെ ബാറ്റിംഗ്. ഇനി സിംബാബ്വേയുടെ ബാറ്റിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ ബെന്നറ്റ് വീണ്ടും ഫസ്റ്റ് ബോളിൽ നമ്മുടെ മായങ്ക് യാദവിന്റെ ബൗളിങ്ങിൽ വീണ്ടും മായങ്ക് യാദവ് കിട്ടില്ലമായിട്ട്. സത്യം പറഞ്ഞാൽ ഈ കളി പേസ് ആയിരുന്നു ഇന്ത്യയുടെ വജ്രായുധം. പേസ് കൊണ്ട് ഇതുവരെയായിട്ടും ഇന്ത്യയുടെ കോമ്പിനേഷൻ ഇല്ലാത്തൊരു കോമ്പിനേഷൻ ആയിരുന്നു. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും സ്പിന്നറെ മുൻനിർത്തിയാണ് കളികൾ ജയിച്ചുകൊണ്ടിരുന്നത്. പേസ് ഉണ്ട് എങ്കിലും നമ്മുടെ ഒരു വജ്രായുധം എന്ന് പറയുന്നത് സ്പിന്നേഴ്സ് ആയിരുന്നു. കേട്ടോ, സ്പിന്നേഴ്സ് ആരും ഇല്ല എന്നുള്ളതാണ്. മറ്റവനെ സ്പിന്നർ എന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ സ്പിന്നർ എന്ന് പറയുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് മെയിനായിട്ട് നമ്മുടെ ടീമിൽ, ഇന്ത്യൻ ടീമിൽ ഉടനീളം തുടക്കം മുതൽ നോക്കി ഇന്ത്യൻ ടീമിൽ മൊത്തം ഈ പറയുന്ന മീഡിയം പേസുകളായിരുന്നു ഏറ്റവും കൂടുതൽ. ബുംറയെ പോലുള്ള ചില ഫാസ്റ്റ് ബോളർ പേസ് ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ടീമിലേക്ക് വന്നുകൊണ്ടിരുന്ന മീഡിയം പേസേഴ്സ് ആണ് അല്ലേ. മറ്റുള്ള പാകിസ്ഥാൻ അങ്ങനെയുള്ള ടീമുകൾ അവർക്കൊക്കെ പേസർമാരാണ്, അതായത് ഫാസ്റ്റ് ബോളേഴ്സ് ആണ്. 40-46 മേളിൽ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന പേസർമാരാണ്. ഇന്ത്യയിൽ അത് ഒരുത്തം കാണും. ഇപ്പം ബുംറ ഉണ്ട്, ബുംറ പോയി കഴിഞ്ഞാൽ പിന്നെ ആരും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഓക്കെ, ഇപ്പോ ഈ വന്ന 3 പേര്, ഇന്ന് ഇറങ്ങിയ 3 പേരും ഫാസ്റ്റ് ബോളേഴ്സ്. അവരൊന്നും മീഡിയം പേസേഴ്സ് അല്ല, ഫാസ്റ്റ് ബോളേഴ്സ് അല്ല. എല്ലാവരും 145+ ഇതിൽ എറിഞ്ഞുകൊണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എറിഞ്ഞത് നമ്മുടെ മായങ്ക് യാദവാണ്. എറിഞ്ഞു തൂറിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ സാക്ഷാർത്ഥത്തിൽ വിറച്ചുകൊണ്ടാണ്. അവന്മാരെ പലപ്പോഴും അവന്മാർ ബാറ്റിംഗ് ചെയ്യേണ്ടത് തന്നെ ഇത് കൊച്ചു കുട്ടികൾ ബാറ്റ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് പേടിച്ച് നിൽക്കും പോലെയാണ് തോന്നിയത് എന്നുള്ളതാണ്. മനസ്സിലായോ? ബി കരൺ 20 റൺസ് അടിച്ചു, മഹേഷ് 19 റൺസ് അടിച്ചു 15 ബോളിൽ. റാസ വീണ്ടും യാഷ് ഠാക്കൂറിന്റെ ബോളിംഗ് ഫസ്റ്റ് ബോളിൽ തന്നെ ഔട്ടായി പോയി എന്നുള്ളതാണ്. പിന്നെ അതൊക്കെ പോയി എത്ര ക്യാച്ചടെ വിട്ടത്, എത്ര ക്യാച്ച് വിട്ടു. ഈ പറഞ്ഞ തിലക് വർമ്മ ഒരു പുട്ട് കഴിച്ചു വിട്ടു. തിലക് പറഞ്ഞ കഴിഞ്ഞ കളിയിൽ ഇതുപോലെ ഒരു പുട്ട് കഴിച്ചു വിട്ടു. കിടി ഇഷാൻ കിഷൻ കഴിഞ്ഞ കളി നീ ഒരു റൺ ഔട്ട്, നിനക്ക് ബോധമൊന്നും. ഒരു റൺ ഔട്ട് പുട്ട് പോലെ കളഞ്ഞു. പുട്ട് റൺ ഔട്ട് ഒരു ബോധവും ഇല്ലാതെ എടുത്ത് എറിഞ്ഞു കളഞ്ഞു. ഇന്നിതാ പൊങ്ങി നിൽക്കുന്ന ഒരു ബോള്. അവൻ ബൗളർ അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ ആഘോഷം പ്രകടിപ്പിച്ചു. 2 ക്ലൗ അടക്കയില്ലേ, അതുകൊണ്ട് എന്തായാലും തറയും അതുവരെ നീ തറയിൽ വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ മോശം. കാരണം മൊത്തം 5 കേച്ച് വിട്ടു. വൈഭവ് സൂര്യവംശി ഉൾപ്പെടെ 5 കേച്ചാണ് വിട്ടത്. അതിൽ വൈഭവ് സൂര്യവംശിയുടെ കേസ് മാറ്റി വയ്ക്കാൻ കാരണം അത് ഇത്തിരി പ്രയാസമായിരുന്നു. ബാക്കി എല്ലാം പുട്ട് കേച്ചുകളായിരുന്നു എന്നുള്ളതാണ്. പുട്ടുപോലെ കയ്യിൽ വന്ന കേച്ചുകൾ എല്ലാം കളഞ്ഞു. ഉള്ളവന്മാരും ശരി തന്നെ, വർണ്ണവന്മാരും ശരി തന്നെ എന്നുള്ളതാണ്. മനസ്സിലായോ? ഇവ തുടർച്ചയായിട്ട് 11 ചുമ്മാ കേച്ച് വിടുകയാണ്. അത് നമ്മുടെ
ഇഷാന്ത് കിഷൻ ആയിക്കോട്ടെ, തിലക് വർമ്മ ആയിക്കോട്ടെ, ചുമ്മാ ആയി വളരുകയാണ് ഇന്ത്യൻ ടീം എന്നുള്ളതാണ്. ഒരിടയ്ക്ക് നല്ല കിട്ടിയ ഫീൽഡേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പം വീണ്ടും പഴയ ഒരു രീതിയിലേക്ക് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മോനെ മധുവീര 28 അടിച്ചു. ആർ ബ്രൽ, അവൻ എന്തൊരു ഫുൾ ഫോം എന്ന് പറയുന്നത്, റിയാൻ ബ്രൽ 54 റൺസ് അടിച്ചു 43 ബോളിൽ. ഓക്കെ, ഇത്ര തന്നെ. നമുക്ക് ബൗളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ മായങ്ക് യാദവ് 4 ഓവറിൽ 29 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് 3 വിക്കറ്റ് തള്ളിയിട്ടു. വെരി ഗുഡ്. 7.25 മാത്രമാണ് എക്കണോമി ഉള്ളത് കേട്ടോ. യശ് ഠാക്കൂർ 4 ഓവറിൽ 45 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് 2 വിക്കറ്റ് തള്ളിയിട്ടു. അശോക് ശർമ്മ 1 വിക്കറ്റ്. അവന്റെ പിന്നെ വിക്കറ്റുകളാണ് യമാരെല്ലാം കൂടി എടുത്ത് കളഞ്ഞത്, മനസ്സിലായോ? 4 ഓവറിൽ 20 റൺസ് മാത്രമേ വിട്ടുകൊടുത്തു. കിട്ടില്ലാട്ടോ എറിഞ്ഞിട്ടുണ്ട് കേട്ടോ. 1 വിക്കറ്റും തള്ളിയിട്ടു. ഒന്നല്ല, കൂടുതൽ കിട്ടാറുള്ളൂ. രവി വിഷ്ണുവായി 4 ഓവറിൽ 24. അതൊക്കെ വേസ്റ്റ്. അവനൊക്കെ എടുത്ത് കള. അവനെയൊന്നും എടുത്ത് കള. എന്തൊരു ധ്യാനം കിട്ടിയെന്ന് എനിക്ക് അഞ്ഞൂടാ. പിന്നെ ഒരു പുതിയ ഓൾറൗണ്ടർ അല്ല, ഏതോ ഷഡ്ജ് എന്തൊരു സൂര്യാൻ ഷഡ്ജ് 2 ഓവറിൽ 18. എന്തിനാന്ന് അറിയും, എനിക്കറിഞ്ഞൂടാ. അവനെയൊക്കെ കൊണ്ടുവന്ന് ഈ ഓൾറൗണ്ടർ ആണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരും. ഒരു 4-5 കളിയിൽ എറിയിപ്പിക്കും. 1-2 പിന്നീട് വിക്കറ്റൊക്കെ കിട്ടും. അതിനുശേഷം ഷെട്ടിൽ കയറ്റി ഇരുത്തും. പിന്നെ അവന്റെ ബാറ്റിംഗ് മാത്രമേ, പിന്നെ ഓൾറൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ ശിവൻ ദുബെ പോലെ അവൻ പണ്ട് ഒരുവിധം എറിയുമായിരുന്നു. പിന്നെ ഇവന്മാര് ഷെട്ടി കയറ്റി ഇരുന്ന് ഇപ്പൊ തിന്ന് പീപ്പന്നിയെ പോലെ ഓടാനും വയ്യ, കുടിയാനും വയ്യ, ക്യാച്ച് പിടിക്കാനും വയ്യ ഒരു അവസ്ഥയിലാണ്. ഓവർ വെച്ച് കിട്ടി കഴിഞ്ഞാൽ അടിച്ച് വിളയെറിയും. ഇല്ലെങ്കിൽ അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായി കമന്റ് ചെയ്ത് നമുക്ക് ഇവിടെ കാണാം. ജയ് ഹിന്ദ്.